ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി ഡിഗ്രി അഡ്മിഷൻ 2024 നിങ്ങളുടെ അഡ്മിഷൻ ഷെഡ്യൂൾ വെബ്സൈറ്റിൽ വന്നിട്ടുണ്ട്. അപ്പോൾ വെബ്സൈറ്റിൽ വന്നതിന് ശേഷം നിങ്ങൾ ഷെഡ്യൂൾ എന്നുള്ളത് ജസ്റ്റ് ക്ലിക്ക് ചെയ്ത് ഡൗൺലോഡ് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് ഷെഡ്യൂൾ കാണാം. അപ്പോൾ നിങ്ങളുടെ ഫസ്റ്റ് അലോട്ട്മെൻറ്റ് പ്രസിദ്ധീകരിക്കുന്നത് 21/6/2024 അപ്പോൾ ഫസ്റ്റ് അലോട്ട്മെൻറ്റിന് ശേഷം അലോട്ട്മെൻറ്റ് ലഭിക്കുന്നവരെല്ലാം തന്നെ നിർബന്ധമായും യൂണിവേഴ്സിറ്റി ഫീ അല്ലെങ്കിൽ മാൻഡേറ്ററി ഫീ അടയ്ക്കേണ്ടതാണ്. എങ്കിൽ മാത്രമേ നിങ്ങളുടെ ലഭിച്ച അലോട്ട്മെൻറ്റ് അവിടെ നിലനിൽക്കുകയുള്ളൂ. അതുപോലെ തന്നെ തുടർന്നുള്ള അലോട്ട്മെൻറ്റുകൾ നിങ്ങളെ പരിഗണിക്കുകയുള്ളൂ. അപ്പോൾ ആ ഒരു ഡേറ്റ് പറയുന്നത് 21/6 മുതൽ 25/6 5 PM വരെയാണ്. ഇനി ഫസ്റ്റ് അലോട്ട്മെൻറ്റിന് ശേഷം ലഭിച്ച അലോട്ട്മെൻറ്റ് സാറ്റിസ്ഫൈഡ് ആയിട്ടുള്ള വിദ്യാർത്ഥികൾ ഹയർ ഓപ്ഷൻസ് എല്ലാം ക്യാൻസൽ ചെയ്ത് കളയണം. അപ്പോൾ ആ ഒരു ഡേറ്റ് പറയുന്നത് 21/6 മുതൽ 24/6 5 PM വരെയാണ്. അതിനുശേഷം പറയുന്ന കമ്മ്യൂണിറ്റി കോട്ട ഓൺലൈൻ റിപ്പോർട്ടിംഗ് ആണ്. അതായത് ഇപ്പോൾ കമ്മ്യൂണിറ്റി കോട്ടയിലേക്ക് അപ്ലൈ ചെയ്തിട്ടുള്ള വിദ്യാർത്ഥികൾക്ക് അത് റിപ്പോർട്ടിംഗ് ഉണ്ട്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള കോളേജ് അവിടെ റിപ്പോർട്ട് ചെയ്ത് കൊടുക്കാൻ സാധിക്കും. അത് ഞാൻ ആ ഒരു ടൈമിൽ വീഡിയോ ചെയ്യാം. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. ഇപ്പോൾ ഇതിനകത്ത് അത് പറയുന്നില്ല, കൺഫ്യൂഷൻ ആവും. അപ്പം ജസ്റ്റ് ആ ഒരു ഡേറ്റ് പറയുന്നത് 21/6 മുതൽ 24/6 5 PM വരെയാണ്. നെക്സ്റ്റ് വരുന്നത് സെക്കൻഡ് അലോട്ട്മെൻ്റ് ആണ്. 27/6 12 മണിക്കാണ് ചെയ്യുന്നത്. അതിനുശേഷമുള്ള മാൻഡേറ്ററി ഫീ പേയ്മെൻറ്റ് അഡ്മിഷൻ കോളേജിൽ പോയി നിങ്ങൾക്ക് അഡ്മിഷൻ എടുക്കാൻ സാധിക്കും. അപ്പോൾ ആ ഒരു രീതിയിൽ കോളേജിൽ പോയി പെർമനൻറ്റ് അഡ്മിഷൻ എടുക്കുന്ന വിദ്യാർത്ഥികൾക്ക് ഹയർ ഓപ്ഷൻസ് ക്യാൻസൽ ചെയ്യാം. അപ്പോൾ ആ ഒരു ഡേറ്റ് പറയുന്നത് 27/6 മുതൽ 2/7/2024 വരെയാണ്. നെക്സ്റ്റ് പറയുന്നത് നിങ്ങളുടെ PWD കോട്ട റാങ്ക് ലിസ്റ്റ് അതുപോലെ കമ്മ്യൂണിറ്റി കോട്ട റാങ്ക് ലിസ്റ്റ് ഒക്കെ പബ്ലിഷ് ചെയ്യുന്നത് 29/6/2024 അതിനുശേഷം സ്പോർട്സ് കോട്ട റാങ്ക് ലിസ്റ്റ് പബ്ലിഷ് ചെയ്യുന്നത് 1/7/2024 പിന്നെ PWD കമ്മ്യൂണിറ്റി കോട്ട സ്പോർട്സ് കോട്ടയിലേക്കൊക്കെ അഡ്മിഷൻ നടക്കുന്നത് 1/7 മുതൽ നിങ്ങളുടെ അഡ്മിഷൻ ക്ലോസ് ആവുന്നത് വരെ. അതുപോലെ മാനേജ്മെൻറ്റ് കോട്ടയിലേക്കുള്ള അഡ്മിഷൻ നടക്കുന്നതും 1/7 അഡ്മിഷൻ ക്ലോസ് ആവുന്നത് വരെ. നിങ്ങളുടെ ക്ലാസ് സ്റ്റാർട്ട് ചെയ്യുന്നത് 1/7/2024 അതിനുശേഷം നിങ്ങളുടെ തേർഡ് അലോട്ട്മെൻറ്റ് പബ്ലിഷ് ചെയ്യുന്നത് 5/7/2024 അപ്പോൾ തേർഡ് അലോട്ട്മെൻറ്റിന് ശേഷം അലോട്ട്മെൻറ്റ് ലഭിക്കുന്നവരെല്ലാം തന്നെ പെർമനൻ്റ് ആയിട്ടാണ് അഡ്മിഷൻ എടുക്കേണ്ടത്. തേർഡ് അലോട്ട്മെൻറ്റിന് ശേഷം ടെമ്പററി അഡ്മിഷൻ ഇല്ല. ഏത് കോളേജിൽ ലഭിച്ചാലും ഏത് കോഴ്സ് ലഭിച്ചാലും നിങ്ങൾ പെർമനൻ്റ് ആയിട്ടാണ് അഡ്മിഷൻ എടുക്കേണ്ടത്. അപ്പം ആ ഒരു ഡേറ്റ് പറയുന്നത് മാൻഡേറ്ററി ഫീ പേയ്മെൻറ്റ് ഹയർ ഓപ്ഷൻ ക്യാൻസലേഷൻ അതുപോലെ അഡ്മിഷൻ എടുക്കേണ്ടത് ഇങ്ങനെയുള്ള എല്ലാ ഡീറ്റെയിൽസിൻ്റെയും ഡേറ്റ് വരുന്നത് 5/7 മുതൽ 11/7 വരെയാണ്. പിന്നെ പറഞ്ഞത് ലേറ്റ് രജിസ്ട്രേഷൻ ആൻഡ് എഡിറ്റിംഗ് ആണ്. ലേറ്റ് രജിസ്ട്രേഷൻ എന്ന് പറഞ്ഞാൽ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിൽ ഡിഗ്രിക്ക് ഇതുവരെ അപ്ലൈ ചെയ്യാൻ സാധിക്കാത്തവർക്ക് ലേറ്റ് ഫീയോടുകൂടി ഒരു എമൗണ്ട് വരും. ആ ഒരു ഫീ അടച്ചിട്ട് നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ സാധിക്കും. അതുപോലെ തന്നെ എഡിറ്റിംഗ് നിങ്ങളുടെ ആപ്ലിക്കേഷനിൽ എന്തെങ്കിലും നിങ്ങൾക്ക് എഡിറ്റ് ചെയ്യണം എന്നുണ്ടെങ്കിൽ നിങ്ങൾക്കത് ചെയ്യാവുന്നതാണ്. ഓപ്ഷൻസ് എഡിറ്റ് ചെയ്യണോ അല്ലെങ്കിൽ ആപ്ലിക്കേഷനിൽ എന്തെങ്കിലും മിസ്റ്റേക്സ് എഡിറ്റ് ചെയ്യണോ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ചെയ്യാം. അപ്പോൾ ആ ഒരു ഡേറ്റ് പറയുന്നത് 15/7 മുതൽ 18/7 വരെയാണ്. പിന്നെ ഫസ്റ്റ് സപ്ലിമെൻ്ററി അലോട്ട്മെൻറ്റ് എയ്ഡഡ് പ്രോഗ്രാംസിലേക്കുള്ള ഫസ്റ്റ് സപ്ലിമെൻ്ററി അലോട്ട്മെൻറ്റ് പ്രസിദ്ധീകരിക്കുന്നത് 22/7 അപ്പോൾ അലോട്ട്മെൻറ്റ് വന്നതിന് ശേഷമുള്ള മാൻഡേറ്ററി ഫീ പേയ്മെൻറ്റ് ഹയർ ഓപ്ഷൻ ക്യാൻസലേഷൻ അഡ്മിഷൻ ഇതെല്ലാം പറയുന്നത് 22/7 മുതൽ 25/7 വരെയാണ്. പിന്നെ സെൽഫ് ഫിനാൻസിങ് കോളേജുകളിലേക്ക് റാങ്ക് ലിസ്റ്റ് ആണ് വരുന്നത്. ആ ഒരു ഡേറ്റ് പറയുന്നത് 24/7 സെക്കൻഡ് സപ്ലിമെൻ്ററി അലോട്ട്മെൻറ്റ് പ്രസിദ്ധീകരിക്കുന്നത് 27/7 അതിനുശേഷമുള്ള മാൻഡേറ്ററി ഫീ പേയ്മെൻറ്റ് പറയുന്നത് 27/7 മുതൽ 31/7 വരെയാണ്. പിന്നെ എയ്ഡഡ് പ്രോഗ്രാംസിലേക്കും വീട് റാങ്ക് ലിസ്റ്റായിട്ട് വരും. അപ്പോൾ അത് പറയുന്നത് 1/8/2024 നിങ്ങളുടെ അഡ്മിഷൻ ക്ലോസ് ആവുന്നത് 24/8/2024 അപ്പോൾ ഇതിനകത്ത് ഇപ്പോൾ സപ്ലിമെൻ്ററി അലോട്ട്മെൻറ്റ് റാങ്ക് ലിസ്റ്റ് പബ്ലിഷ് ചെയ്യുന്നത് അതുപോലെ തന്നെ കമ്മ്യൂണിറ്റി കോഡ് ഓൺലൈൻ റിപ്പോർട്ടിംഗ് ഇതൊന്നും നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവില്ല. അപ്പോൾ അതൊക്കെ ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ ഓരോരോ വീഡിയോസ് ആയിട്ട് ചെയ്യും. അപ്പോൾ നിങ്ങൾക്കത് മനസ്സിലാവും. നമ്മുടെ ചാനൽ ഫസ്റ്റ് ടൈം കാണുന്നവരുണ്ടെങ്കിൽ ഇതുപോലെ തുടർന്നുള്ള എല്ലാ അപ്ഡേറ്റ്സിനായിട്ടും നമ്മുടെ ചാനലും കൂടെ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക. അപ്പോൾ എല്ലാവരും അഡ്മിഷൻ ഷെഡ്യൂൾ നിങ്ങൾ ചെക്ക് ചെയ്ത് നോക്കുക. എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻസ് ആയിട്ട് ചോദിക്കുക. ഫസ്റ്റ് അലോട്ട്മെൻറ്റ് വന്നതിന് ശേഷം ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ ചെയ്യാം. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമ്മുടെ ഈ ഒരു വീഡിയോയിൽ ഷെയർ ചെയ്യാനുള്ളത്. ഏറ്റവും ലേറ്റസ്റ്റ് അപ്ഡേറ്റ് ആയിട്ട് കാണാം. അതുവരെ ബൈ, താങ്ക്